കടകംപള്ളി സുരേന്ദ്രനെ പൊക്കാൻ ഇ.ഡി. തയ്യാറെടുക്കുകയാണ്. ആദ്യ മൊഴിയാണ് പുറത്തു വരുന്നത്. പിന്നാലെ അറസ്റ്റ്. ഇതാണ് നീക്കം എന്ന് മനസ്സിലാക്കുകയാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥർ അനൗപചാരികമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞതാണ് മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിൽ കിടിലം നീക്കങ്ങൾ ഉണ്ടാവും. കടകംപള്ളിക്ക് പിന്നാലെ ആശുപത്രിയിൽ കഴിയുന്ന ശങ്കർദാസിനെയും ഇ.ഡി. അറസ്റ്റ് ചെയ്യും. കുടുങ്ങുമെന്ന് മനസ്സിലായപ്പോഴാണ് കടകംപള്ളി പോറ്റിയുമായുള്ള ബന്ധം സ്ഥിരീകരിച്ചത്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള മാത്രമല്ല നടന്നിട്ടുള്ളതെന്നും ക്ഷേത്രത്തിൽ അർപ്പിക്കുന്ന വസ്തുക്കൾ അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടും സ്ഥലവും മറ്റ് വസ്തുവകകളും ഉൾപ്പെടെ 1.5 കോടി രൂപയുടെ ആസ്തികൾ മരവിപ്പിച്ചെന്ന് ഇ.ഡി. വ്യക്തമാക്കി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാമിന്റെ സ്വർണ്ണക്കട്ടി പിടിച്ചെടുത്തെന്നും ഇ.ഡി. വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം, ചെന്നൈ, കർണാടക എന്നിവിടങ്ങളിലെ 21 സ്ഥലങ്ങളിലാണ് ഇ.ഡി. ഇന്നലെ റെയ്ഡ് നടത്തിയത്. 2019-2025 കാലഘട്ടത്തിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും വാതിൽപ്പടിയിലെയും താങ്ങുപീഠത്തിലെയും സ്വർണ്ണപ്പാളികൾ, ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി പുറത്തെത്തിച്ച സ്വർണം വേർതിരിച്ചെടുത്തെന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞിട്ടുണ്ടെന്ന് ഇ.ഡി. വ്യക്തമാക്കി. ഇത്തരത്തിൽ തട്ടിയെടുത്ത സ്വർണം ഇ.ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും. ശബരിമലയിലെ ആചാരങ്ങളുടെയും മറ്റ് ഭാഗമായി ഭക്തർ കാണിക്ക വസ്തുക്കളിലും ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്നും ഇ.ഡി. പറയുന്നുണ്ട്. സ്വർണ്ണപ്പാളി തട്ടിപ്പിലൂടെയാണ് പണം സമ്പാദിച്ച ഒട്ടേറെ രേഖകളും ഡിജിറ്റൽ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ മഹസറുകൾ, ശുപാർശകൾ, ഇൻവോയ്സുകൾ തുടങ്ങിയവയും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും. സംശയകരമായ പണമിടപാടുകൾ, വരവിൽ കവിഞ്ഞ സ്വത്ത് അടക്കമുള്ളവയുടെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. പോറ്റിയുടെ 1.3 കോടി രൂപ വരുന്ന സ്ഥാവര വസ്തുക്കളും മരവിപ്പിച്ചു എന്ന് ഇ.ഡി. വ്യക്തമാക്കി. പിടിച്ചെടുത്ത രേഖകളുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് ഇ.ഡി. വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇ.ഡി. പിടിമുറുക്കിയതിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇന്നത്തെ പോറ്റിയുടെ വീട്ടിലല്ല, അന്നത്തെ പോറ്റിയുടെ വീട്ടിലാണ് പോയതെന്നും കടകംപള്ളി വ്യക്തമാക്കി. ഇക്കാര്യം SITയെ അറിയിച്ചിട്ടുണ്ട്. പോറ്റിയുടെ പക്കൽ നിന്ന് ഒരു സമ്മാനവും വാങ്ങിയിട്ടില്ല എന്നും ഷിബു ബേബി ജോൺ പുറത്തുവിട്ട ചിത്രത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രിയായിരുന്നപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ 2 തവണ പോറ്റിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പോറ്റിയുടെ അയൽവാസിയായ വിക്രമൻ നായർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇപ്പോൾ വലിയ ചർച്ചയായത്. ഇതിനൊപ്പം പ്രമുഖരായ പലർക്കും സമ്മാനങ്ങളും മറ്റും നൽകിയിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു. വിവിധ ഘട്ടങ്ങളിൽ പലരെയും കണ്ടപ്പോഴാണ് സമ്മാനങ്ങൾ നൽകിയതെന്നാണ് പോറ്റി പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ പോറ്റി സന്ദർശിച്ചവരുടെ പട്ടിക SIT ശേഖരിച്ചു കഴിഞ്ഞു. 2016-ൽ മന്ത്രിയായിരുന്നപ്പോൾ ശബരിമല ഉത്സവകാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കണ്ടിട്ടുണ്ട് എന്ന് കടകംപള്ളി പറഞ്ഞു. ഒരു സന്ദർഭത്തിൽ ശബരിമലയിലേക്ക് പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോണിൽ വിളിച്ച് കാരേറ്റുള്ള വീട്ടിൽ ഒരു കുട്ടിയുടെ ചടങ്ങുണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് അകമ്പടിയോടെയാണ് പോറ്റിയുടെ വീട്ടിൽ എത്തിയത്. ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച ശേഷം ശബരിമലയിലേക്ക് പോയി. ആ ഒരു തവണ മാത്രമാണ് പോറ്റിയുടെ വീട്ടിൽ പോയത്. ഇന്നത്തെ തരത്തിലല്ല ഞാൻ ഉൾപ്പെടെ ആരും പോറ്റിയെ കണ്ടിട്ടുള്ളത്. ശബരിമല അയ്യപ്പന്റെ യഥാർത്ഥ ഭക്തൻ എന്ന നിലയിലാണ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പോകുമായിരുന്നില്ല. ഇക്കാര്യം അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുമുണ്ട്. അവർ ചോദിക്കാതെ തന്നെ അങ്ങോട്ട് പറയുകയായിരുന്നു ചെയ്തത്. പോറ്റിയുടെ കയ്യിൽ നിന്ന് ഒരു തരത്തിലുള്ള സമ്മാനവും വാങ്ങിയിട്ടില്ല. കഴക്കൂട്ട മണ്ഡലത്തിൽ പോറ്റിയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ ഒരു തരത്തിലുള്ള സ്പോൺസർഷിപ്പും നടത്തിയിട്ടില്ലെന്നും കടകംപള്ളി പറഞ്ഞു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ SIT നടത്തുന്ന അന്വേഷണം പൂർത്തീകരിക്കട്ടെ. പ്രതിപക്ഷം എക്കാലം ഒരു ഇരയെ മുൻനിർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ശബരിമലയിലെ കാര്യങ്ങളിൽ മന്ത്രിക്ക് അത്തരത്തിൽ റോൾ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ തന്ത്രിയുടെ അവിടെ മുഴുവൻ സമയവുമുള്ള ആളാണ്. അദ്ദേഹം തെറ്റായ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ രണ്ടിനെയും രണ്ടായി മനസ്സിലാക്കാനുള്ള ശേഷി ജനങ്ങൾക്കുണ്ട്. പ്രതിപക്ഷം നടത്തുന്നത് രാഷ്ട്രീയ പ്രചാരണമായി മാത്രം കണ്ടാൽ മതിയെന്നും കടകംപള്ളി പറയുന്നു. കടകംപള്ളിയുടെ പത്രസമ്മേളനം പോലും ഇ.ഡിയുടെ ഈ സ്കാനറിലാണ് നടന്നത്. പത്രസമ്മേളനത്തിനിടയിൽ കടകംപള്ളിയുടെ വാക്കുകൾ പലവട്ടം ഇടറി. പോറ്റിയുടെ വീട്ടിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല എന്ന് പത്രലേഖകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ താൻ മറന്നുപോയതായി കടകംപള്ളി പറഞ്ഞു. വേണമെങ്കിൽ വെഞ്ഞാറമൂട് പോലീസിനോട് അന്വേഷിക്കാം അന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രി ഒറ്റയ്ക്കാണ് പോറ്റിയുടെ വീട്ടിൽ ചെന്നത്. അത് തികച്ചും സ്വകാര്യ സന്ദർശനമായിരുന്നു. ഗൺമാൻ പോലും പോറ്റിയുടെ വീട്ടിൽ മന്ത്രിയെ അനുഗമിച്ചിരുന്നില്ല. ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ ഇ.ഡി ശേഖരിച്ചിട്ടുണ്ട്. കടകംപള്ളിക്ക് പിന്നിൽ ആരാണ് എന്നും ഇ.ഡി അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നിൽ കടകംപള്ളി മാത്രമാണ് എന്ന് ഇ.ഡി കരുതുന്നില്ല. മറ്റാരുടെയോ കരങ്ങൾ ഉണ്ടായിരുന്നു. അത് ഭരണത്തിലെ ഉന്നതന്മാരുടേതാണ്.
കടകംപള്ളി മാത്രം വിചാരിച്ചാൽ ദേവസ്വം വകുപ്പിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. അതിന് മുഖ്യമന്ത്രിയുടെ കൂടി സഹായം വേണം. ഇതാണ് ED അന്വേഷിക്കുന്നത്. ഏതായാലും കടകംപള്ളിക്ക് ശബരിമല കൊള്ളയിൽ പങ്കുണ്ടെന്ന് ED മനസ്സിലാക്കിയിട്ടുണ്ട്. കടകംപള്ളിയുടെ വീട്ടിലെയും റെയ്ഡ് നടക്കുമോ എന്ന സംശയത്തിലാണ് ഭക്തർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതിയും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ശങ്കർദാസിന്റെ അസുഖം എന്താണ്? ഏതെങ്കിലും അസുഖത്തിന് ചികിത്സ നൽകുന്നുണ്ടോ? ജയിലിൽ പാർപ്പിച്ച് ചികിത്സ തുടരാൻ കഴിയുമോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചത്. അസുഖമുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പരിശോധന നടത്തണമെന്നും അതിന്റെ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസിൽ അറസ്റ്റ് ചെയ്തെങ്കിലും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശങ്കർദാസ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ശങ്കർദാസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ആശുപത്രിയിലെത്തിയാണ് ശങ്കർദാസിനെ പോലീസ് റിമാൻഡ് ചെയ്തത്. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് ശങ്കർദാസിന്റെ അറിവോടെയാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ബന്ധപ്പെട്ട രേഖകളിലെല്ലാം ശങ്കർദാസ് ഒപ്പിട്ടു. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമെന്നും SIT പറയുന്നു. നേരത്തെ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ പത്മകുമാറിന്റെ മൊഴിയിലാണ് ശങ്കർദാസിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. കേസിൽ 11ാം പ്രതിയാണ് ശങ്കർദാസ്. ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി വിമർശിച്ചിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്വകാര്യ ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിലായിരുന്നു ശങ്കർദാസ്. മുറിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശീന്ദ്രൻ ആശുപത്രിയിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാറിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. ആറന്മുളയിലെ വീട്ടിലാണ് പരിശോധന നടന്നത്. സ്വർണ്ണക്കൊള്ളയിലെ എല്ലാ പ്രതികളുടെയും വീടുകളിലും ഒരേ സമയം തന്നെ പരിശോധന നടത്തുകയാണ് ED. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി 21 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തതിന് ശേഷമുള്ള EDയുടെ ആദ്യ നടപടിയാണ് ഇത്. ദേവസ്വം ബോർഡ് ആസ്ഥാനം ബാംഗ്ലൂരിലെ സ്മാർട്ട് ക്രിയേഷൻസ്, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ വീട്, പോറ്റിയുടെയും തന്ത്രിയുടെയും വീട്, N വാസുവിന്റെ വീട് എന്നിവിടങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടക്കം പരിശോധിക്കും. പ്രതികളുടെ സ്വത്ത് മരവിപ്പിക്കാനുള്ള നീക്കമുള്ളതായും വിവരമുണ്ട്. രാത്രി തന്നെ ഉദ്യോഗസ്ഥർ ഓരോ ജില്ലകളിലും എത്തിയിരുന്നതായാണ് റിപ്പോർട്ട്. അതേസമയം ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചപ്പോൾ ലോഹം കലർന്നതായി VSCയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നേരിയ സ്വർണ്ണ നിറമുള്ള തിളക്കമാർന്ന ലോഹമാണ് ഉള്ളത്. കൊണ്ടുപോയ പാളികളിൽ അത് ഒട്ടിക്കാൻ ഉപയോഗിച്ച മെർക്കുറിയുടെ അംശം ഉണ്ടായിരുന്നു. തിരിച്ചെത്തിച്ച പാളികളിൽ മെർക്കുറിയുടെ അംശമില്ല. നിക്കലിന് പുറമെ ആക്രിലിക് പോളിമാർ കാര്യമായ അളവിൽ കലർന്നു. പഴയ ശുദ്ധമായ സ്വർണ്ണപ്പാളിയുടെ കനവും ഇപ്പോഴത്തെ നിക്കൽ അക്രിലിക് പോളിമർ അളവും താരതമ്യം ചെയ്യുമ്പോൾ തന്നെ സ്വർണം കവർച്ചയുടെ വ്യാപ്തി ബോധ്യമാവുമെന്ന് SITയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ED വന്നതോടെ എല്ലാം തെളിയിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.